I am Beena. Now I am going to teach History of Modern India 1921 to 1947. The first module is Advent of Gandhiji on the political scene of India. This module includes Gandhiji as a non-cooperator, non-cooperation movement, Chauri Chaura incidents, Swarajist Party, Simon Commission, Nehru Report, and the Civil Disobedience Movement. Let us start an introduction about Gandhiji. Gandhiji was born on 2nd October 1869 at Porbandar in Gujarat. He became the leadership of Indian independence movement, Satyagraha, Ahimsa, non-violence, etc. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് മഹാത്മാഗാന്ധിയുടെ ആഗമനം സത്യാഗ്രഹ, അഹിംസ, നോൺ വയലൻസ് തുടങ്ങിയ സമരമാർഗങ്ങളിലൂടെയാണ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. ഗാന്ധിജി ഗോട്ട് ലീഗൽ എഡ്യൂക്കേഷൻ ഫ്രം ബ്രിട്ടൻ. അദ്ദേഹത്തിന് നിയമ വിദ്യാഭ്യാസം ലഭിച്ചത് ബ്രിട്ടനിൽ നിന്നാണ്. ദെൻ ഹി ഹാഡ് ടു ഗോൺ ടു സൗത്ത് ആഫ്രിക്ക ടു പ്രാക്ടീസ് ലാ. നിയമം പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി. But there he was agitated by the gross injustice, racial discrimination and degradation of emigrant Indians had to suffer under the European colonial rulers. അപ്പോൾ അവിടെ അദ്ദേഹം റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെ, അതായത് വർഗവിവേചനത്തിനെതിരെ, അനീതിക്കെതിരെ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാർ പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് നേരിട്ടിരുന്നു. ഗാന്ധിജി സൂൺ ബിക്കെയിം ദ ലീഡർ ഓഫ് എ ലോങ് സ്ട്രഗിൾ എഗൻസ്റ്റ് ദെയർ കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ ഗാന്ധിജി അവിടുത്തെ ഇൻജസ്റ്റിസിനെതിരെ പോരാടുകയും അദ്ദേഹം അതിൽ ഏറ്റവും വലിയ ഒരു ലീഡറായിട്ട് മാറുകയും ചെയ്തു. ഡ്യൂറിങ് 1894 to 1914 വാസ് എൻഗേജ്ഡ് ഇൻ എ ഹീറോയിക് സ്ട്രഗിൾ എഗൻസ്റ്റ് ദ റേഷ്യസ്റ്റ് അതോറിറ്റീസ് ഓഫ് സൗത്ത് ആഫ്രിക്ക. 1894 മുതൽ 1914 വരെ സൗത്ത് ആഫ്രിക്കയിലെ റേഷ്യസ്റ്റ് അതോറിറ്റിക്കെതിരെ ഹീറോയിക് സ്ട്രഗിൾ നടത്തിയ ഒരു വ്യക്തിയായിരുന്നു മഹാത്മാ ഗാന്ധിജി. ഫസ്റ്റ് ടോപ്പിക് ഈസ് ഗാന്ധിജി ആസ് എ നോൺ കോപ്പറേറ്റർ. ഗാന്ധിജി ഒരു നിസ്സഹകരണ പ്രവർത്തകനായതെങ്ങനെ? ഗാന്ധിജി എൻറ്റേർഡ് ഇന്ത്യൻ പൊളിറ്റിക്സ് അറൗണ്ട് 1916. 1916 ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. Advent of Gandhiji gave a new energy to Indian national movement. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിന് ഗാന്ധിജിയുടെ ആഗമനം ഒരു പുതിയ ഉണർവ് ഏകി. ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് എ മാസ് മൂവ്മെൻറ്റ് ലോഞ്ച്ഡ് ബൈ മഹാത്മാ ഗാന്ധി ഇൻ ദ ഇയർ 1920. 1920 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു മാസ് മൂവ്മെൻ്റ് ആയിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. He was also emboldened by his early success in Satyagraha at Champaran, Kheda and Ahmedabad. അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ എന്ന സമരമാർഗം ചമ്പാരൻ, ഖേദ, അതുപോലെ അഹമ്മദാബാദ്, അപ്പോൾ ഈ സ്ഥലങ്ങളിലെ സത്യാഗ്രഹയിൽ അദ്ദേഹം വിജയം കൈവരിക്കുകയും ഈ വിജയം അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു നേഷൻ വൈഡ് സ്ട്രഗിൾ തുടങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. Then he decided to launch a nationwide struggle against the British and he threatened to start the non-cooperation in case of the government fails to accept his demand. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നോൺ കോപ്പറേഷൻ അല്ലെങ്കിൽ നിസ്സഹകരണം എന്ന സമരമാർഗം നടത്തുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. And thus Gandhiji started non-cooperation movement in August 1920. അങ്ങനെ 1920 ഗാന്ധിജിയുടെ ഡിമാൻഡുകൾ അക്സെപ്റ്റ് ചെയ്യാതിരുന്നത് കൊണ്ട് ഗാന്ധിജി 1920 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇൻ വിച്ച് ഹി അപ്പീൽഡ് ദ പീപ്പിൾ നോട്ട് ടു കോപ്പറേറ്റ് വിത്ത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. അപ്പോൾ അതിലൂടെ അദ്ദേഹം ജനങ്ങളോട് അല്ലെങ്കിൽ ഇന്ത്യൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു നോട്ട് ടു കോപ്പറേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ഒരിക്കലും കോപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ടോപ്പിക് ഈസ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം. The non-cooperation movement was launched on
ഫസ്റ്റ് ഓഗസ്റ്റ് 1920, 1920 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ മഹാത്മാ ഗാന്ധി ടു ഡ്രൈവ് ദ ബ്രിട്ടീഷ് ഔട്ട് ഓഫ് ദ കൺട്രി. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും ഓടിക്കുന്നതിന് വേണ്ടി മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് എ പീസ്ഫുൾ ആൻഡ് നോൺ വയലൻറ്റ് വാർ എഗൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ സമാധാനപരമായ അക്രമരഹിതത്തിലൂടെ ഓർഗനൈസ് ചെയ്ത ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇത്. ഇറ്റ് ഗീവ്സ് എ ന്യൂ ചാപ്റ്റർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. ഇപ്പം ഇന്ത്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതിയ വഴിത്തിരിവായി ഈ മൂവ്മെൻറ്റ്. ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ മൂവ്മെൻറ്റ്, ഗാന്ധിജി ട്രാവൽഡ് ത്രൂ ഔട്ട് ദ കൺട്രി. അപ്പം ഈ മൂവ്മെൻറ്റിന് ശേഷം അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗാന്ധിജി രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഹിസ് ഐഡിയോളജി റീച്ച്ഡ് പീപ്പിൾ ഫ്രം ആൾ സെക്ഷൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇപ്പോൾ ഇന്ത്യൻ സമൂഹത്തിലെ എല്ലാ ജനങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എത്തിക്കുകയും ചെയ്തു. ദ പ്രോഗ്രാം ഓഫ് ദ മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സറണ്ടർ ഓഫ് ആൾ ടൈറ്റിൽ. എല്ലാ ടൈറ്റിലുകളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സറണ്ടർ ചെയ്തു. റിനൗൺസിങ് ആൾ ഹോണററി ഓഫീസേഴ്സ്. അതായത് എല്ലാ ഹോണററി ഓഫീസും റിനൗൺസ് ചെയ്തു അല്ലെങ്കിൽ നിരാകരിച്ചു. വിഡ്രോവിങ് ദ സ്റ്റുഡൻസ് ഫ്രം ഗവൺമെൻറ് ഫണ്ടഡ് സ്കൂൾ ആൻഡ് കോളേജസ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് നേതൃത്വത്തിലുള്ള സ്കൂളുകളിലും കോളേജുകളിൽ നിന്നും കുട്ടികളെ വിഡ്രോ ചെയ്തു. ബോയ്ക്കോട്ട് ഓഫ് ബ്രിട്ടീഷ് കോർട്ട് ബൈ ലോയേഴ്സ്. ലോയേഴ്സ് ബ്രിട്ടീഷ് കോർട്ടുകൾ ബഹിഷ്കരിച്ചു. ബോയ്ക്കോട്ട് ഓഫ് സിവിൽ സർവീസ്, ആർമി ആൻഡ് പോലീസ്. പോലീസ്, ആർമി, സിവിൽ സർവീസ് അവരും ബോയ്ക്കോട്ട് ചെയ്തു അല്ലെങ്കിൽ ബഹിഷ്കരിച്ചു. നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ടു ദ ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നത് നിരാകരിച്ചു. ബോയ്ക്കോട്ട് ഓഫ് കൗൺസിൽ ഇലക്ഷൻ. കൗൺസിൽ ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്തു. ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ്. വിദേശ സാധനങ്ങൾ ബഹിഷ്കരിച്ചു. റെസിഗ്നേഷൻ ഫ്രം ഗവൺമെൻറ് നോമിനേറ്റഡ് സീറ്റ് ഇൻ ദ ലോക്കൽ ബോഡീസ്. ഇപ്പോൾ ലോക്കൽ ബോഡീസിൽ നിന്നും ഗവൺമെൻറ് നോമിനേറ്റഡ് സീറ്റുകൾ നിന്നും റിസൈൻ ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫേസസ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഫേസ് അല്ലെങ്കിൽ അതിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ടിംഗ് ഫ്രം ജനുവരി ടു മാർച്ച് 1920. 1920 ജനുവരി മാസം മുതൽ മാർച്ച് മാസം വരെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ആദ്യത്തെ ഘട്ടമായി അറിയപ്പെടുന്നത്. ഇൻ ദ ഫസ്റ്റ്, ഗാന്ധിജി കണ്ടക്റ്റഡ് എ നേഷൻ വൈഡ് ടൂർ ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയാസ് ആൻഡ് റെസൊല്യൂഷൻ ബിഹൈൻഡ് ദ മൂവ്മെൻറ്റ്. അതായത് ഗാന്ധിജിയുടെ ആശയങ്ങൾ രാജ്യത്തുടനീളം അല്ലെങ്കിൽ രാജ്യത്തിലെ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം രാജ്യത്തുടനീളം യാത്ര ചെയ്തു. 1000 സ്റ്റുഡൻസ് ലെഫ്റ്റ് ഗവൺമെൻറ് സ്കൂൾ ആൻഡ് കോളേജസ്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് കുട്ടികളെ ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നും അതുപോലെ തന്നെ കോളേജുകളിൽ നിന്നും അവരെ വിഡ്രോ ചെയ്തു. അറൗണ്ട് 800 നാഷണൽ സ്കൂൾ ആൻഡ് കോളേജസ് വെയർ ഓപ്പൺ ടു അക്കോമഡേറ്റ് ദ സ്റ്റുഡൻസ്. അപ്പോൾ ഈ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യൻ സ്കൂളുകളും കോളേജുകളും ഓപ്പൺ ചെയ്തു. ദിസ് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. സെക്കൻഡ് ഫേസ് ദാറ്റ് ഈസ് ഏപ്രിൽ ടു ജൂലൈ 1921. ഏപ്രിൽ മുതൽ ജൂലൈ മാസം 1921 വരെയാണ് സെക്കൻഡ് ഫേസ് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ദ കോമൺ പബ്ലിക് വാസ് എൻകറേജ്ഡ് ടു ബിക്കം ദ മെമ്പേഴ്സ് ഓഫ് ദ കോൺഗ്രസ്. സാധാരണ ജനങ്ങളെയും നമ്മുടെ കോൺഗ്രസ്സിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ മെമ്പേഴ്സ് ആകുന്നതിന് വേണ്ടി എൻകറേജ് ചെയ്തു. ചർക്ക മീൻസ് സ്പിന്നിങ് വീൽ വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പബ്ലിക്. നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് ചർക്ക ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അല്ലെങ്കിൽ സ്പിന്നിങ് വീൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സ്വദേശി കോൺസെപ്റ്റ് ബിക്കെയിം ദ ഹൗസ് ഹോൾഡ് വേർഡ്. അതായത് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൂടുതൽ എൻകറേജ് ചെയ്തു. അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് വേർഡ്സായിട്ട് സ്വദേശി മീൻസ് നമ്മുടെ സ്വന്തം രാജ്യത്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെ കൂടുതൽ എൻകറേജ് ചെയ്തു. ഖാദി ആൻഡ് ചർക്ക ബിക്കെയിം എ സിമ്പിൾ ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തിൻ്റെ സിമ്പിളായിട്ട് ചക്കയും അതുപോലെ തന്നെ ഖാദിയും ഇൻട്രൊഡ്യൂസ് ചെയ്തു.
That is the second phase of non-cooperation movement. Third phase, that is July to November 1921. ജൂലൈ മുതൽ നവംബർ 1921 വരെയാണ് തേർഡ് ഫേസ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇൻ ദ തേർഡ് ഫേസ് ദ മൂവ്മെൻറ്റ് ബിക്കെയിം മോർ റാഡിക്കൽ. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫേസ് ആയിട്ട് അറിയപ്പെടുന്നത് തേർഡ് ഫേസ് ആണ്. ദ ഫോറിൻ ക്ലോത്ത് വെയർ ബേൺഡ്, അതായത് വിദേശ വസ്ത്രങ്ങളെല്ലാം തീയിട്ട് നശിപ്പിച്ചു. ആൻഡ് റെഡ്യൂസിങ് ദെയർ ഇമ്പോർട്ട് ബൈ ഹാഫ്, അതുപോലെ തന്നെ വിദേശ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് പകുതിയായി കുറച്ചു. പീപ്പിൾ റിസോർട്ടഡ് ടു പിക്കറ്റിംഗ് ഷോപ്പ് സെല്ലിംഗ് ഫോറിൻ ലിക്വർ. ഇപ്പോൾ വിദേശ ലിക്വർ വിൽക്കുന്ന ഷോപ്പുകളെല്ലാം പിക്കറ്റ് ചെയ്തു. ആൻഡ് ഗാന്ധിജി കാൾഡ് ഫോർ വോളണ്ടിയേഴ്സ് ടു ഫിൽ ദ ജയിൽ ആൻഡ് ദ ഖിലാഫത്ത് കോൺഫറൻസ് ഇൻ മലബാർ ഇൻസൈറ്റഡ് സോ മച്ച് കമ്മ്യൂണൽ ഫീലിംഗ്സ് എമംഗ് ദ മുസ്ലിം പെസൻറ്റ്. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഖിലാഫത്ത് കോൺഫറൻസ്. ഖിലാഫത്ത് കോൺഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം പെസൻറ്റിൽ കമ്മ്യൂണൽ ഫീലിങ്സ് അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ളൊരു ഫീലിങ്സ് ഉണർത്തുകയും ദാറ്റ് ടുക്ക് ആൻ ആൻറ്റി ഹിന്ദു ടേൺ ഇൻ ജൂലൈ 1921. അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു വേർതിരിവ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ദിസ് സപ്രൈസിങ് ദ മുസ്ലിം പെസൻറ്റ് അഗെയിൻസ്റ്റ് ദ ഹിന്ദുസ് ലാൻഡ് ലോഡ് കെയിം ടു ബി നോൺ ആസ് മോപ്ല റെബല്യൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മോപ്ല റെബല്യൻ എന്നറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് ദ മുസ്ലിം പെസൻ അഗൻസ്റ്റ് ദ ഹിന്ദു ലാൻഡ് ലോഡ്. ഹിന്ദു ലാൻഡ് ലോഡുകൾക്കെതിരെ മുസ്ലിങ്ങളായുള്ള കർഷകർ അല്ലെങ്കിൽ അവർക്കെതിരെ മുസ്ലിം കർഷകർ നടത്തിയ നമ്മുടെ സമരത്തെയാണ് നമ്മൾ മോപ്ല റെബല്യൻ എന്നറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് ദ തേർഡ് ഫേസ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഫോർത്ത് ഫേസ്, ദാറ്റ് ഈസ് നവംബർ 1921 ടു ഫെബ്രുവരി 1922. ഫോർത്ത് ഫേസായിട്ട് അറിയപ്പെടുന്നത് നവംബർ 1921 മുതൽ ഫെബ്രുവരി 1922 വരെയാണ്. ദ ഫോർത്ത് ഫേസ് ആൻഡ് ദ ഫൈനൽ ഫേസ് ഓഫ് ദ മൂവ്മെൻറ്റ് സാ സിറ്റിസൺ ചൂസിങ് നോട്ട് ടു പേ ടാക്സ് ഇൻ സെവറൽ റീജിയൻ. അപ്പോൾ ഈ ഫോർത്ത് ഫേസിൽ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നത് അതായത് ടാക്സ് കൊടുക്കാതായി. ഓൺ 1st February 1922 ഇൻ എ ലെറ്റർ ടു ദ ഗവർണർ ജനറൽ. അപ്പോൾ 1922 ഫെബ്രുവരി മാസം 1-ാം തീയതി നമ്മുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അന്നത്തെ ഗവർണർ ജനറലിന് ഒരു ലെറ്റർ ഫോർവേഡ് ചെയ്യുകയും സ്പോക്ക് ഓഫ് നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അപ്പോൾ അതിൽ പറഞ്ഞു, അവരെന്താ പറഞ്ഞത്? നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് പേ ചെയ്യില്ല. ഗാന്ധിജി ത്രട്ടൺ ടു ലോഞ്ച് സിവിൽ ഡിസൊബീഡിയൻസ് ഫ്രം ബർദോളി, ഗുജറാത്ത് എക്സെട്ര. അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാതെ വന്നതിൻ്റെ ബേസിൽ അദ്ദേഹം സിവിൽ ഡിസൊബീഡിയൻസ് നിയമലംഘന സമരം ബർദോളിയിലും ഗുജറാത്തിലും ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫോർത്ത് ഫേസ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, കോസസ് ഓഫ് ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് റിസൻമെൻറ്റ് അറ്റ് ദ ബ്രിട്ടീഷ് ആഫ്റ്റർ ദ വാർ. അതായത് റിസൻമെൻറ്റ് എന്ന് പറയുന്നത് അമർഷം. ഇപ്പോൾ ബ്രിട്ടീഷ് ആഫ്റ്റർ ദ വാർ, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ബ്രിട്ടീഷുകാരോട് ഇന്ത്യക്കാർക്ക് ഉണ്ടായ അമർഷമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് റീസൺ. സോ ഇന്ത്യൻ പ്രൊവൈഡഡ് എക്സ്റ്റെൻസീവ് സപ്പോർട്ട് ഓഫ് മാൻപവർ ആൻഡ് റിസോഴ്സസ് ടു ദ ബ്രിട്ടൻ ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിന് ബ്രിട്ടൻ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എല്ലാവിധ സപ്പോർട്ടും ഇന്ത്യൻ പട്ടാളം അല്ലെങ്കിൽ ഇന്ത്യൻ സോൾജിയേഴ്സ് നൽകിയിരുന്നു. ഇൻ റിട്ടേൺ ദ എക്സ്പെക്റ്റഡ് ഓട്ടോണമി അറ്റ് ദ എൻഡ് ഓഫ് ദ വാർ. ഇപ്പോൾ ബ്രിട്ടീഷുകാർ അന്ന് ഇന്ത്യക്കാരോട് പറഞ്ഞിരുന്നത് യുദ്ധം അവസാനിക്കുന്നതിൻ്റെ മുറയിൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിച്ച് കഴിയുമ്പോൾ ഇന്ത്യക്കാർക്ക് ഓട്ടോണമി അല്ലെങ്കിൽ സ്വയം പര്യാപ്ത അവകാശം നൽകുമെന്നായിരുന്നു. ബട്ട് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ഇൻ ദ 1919. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ് ചെയ്തു. ഇൻ അഡീഷൻ ദ ബ്രിട്ടീഷ് ആൾസോ പാസ്ഡ് എ റെപ്രസീവ് ആക്ട് ലൈക്ക് ദ റൗലത്ത് ആക്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയതാണ് റൗലത്ത് ആക്ട്, വിചാരണ കൂടാതെ ജയിലടയ്ക്കുക. ആൻഡ് വിച്ച് ഫർദർ ആങ്കേഡ് ദ മെനി ഇന്ത്യൻസ്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യക്കാരിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സോൾജിയേഴ്സിൽ വളരെ വലിയ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വളരെ വലിയ ഒരു ദേഷ്യം അല്ലെങ്കിൽ കോപം ബ്രിട്ടീഷുകാരോടുണ്ടാവുകയും
ഹൂ ഫെൽറ്റ് ബീട്രേഡ് ബൈ ദ റൂളേഴ്സ് ഡെസ്പൈറ്റ് ദെയർ വാർ ടൈം സപ്പോർട്ട്. അപ്പം അത് അവർക്ക് അല്ലെങ്കിൽ വാർ ടൈം അല്ലെങ്കിൽ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് കൊടുക്കുകയും പക്ഷേ ബ്രിട്ടീഷുകാർ നമുക്ക് സ്വയം പര്യാപ്ത അവകാശം തരുമെന്ന് പറഞ്ഞത് നൽകിയതുമില്ല. അപ്പം അങ്ങനെ ബ്രിട്ടീഷുകാരോട് ഇന്ത്യക്കാർക്ക് കൂടുതൽ അമർഷം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. സെക്കൻഡ് വൺ ഈസ് ഹോം റൂൾ മൂവ്മെൻറ്റ്. The Home Rule movement started by Annie Besant and Bala Gangadhara Tilak set the stage for the non-cooperation movement. ഇനി ആനി ബസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഹോം റൂൾ മൂവ്മെൻറ്റ്. ദ എക്സ്ട്രീമിസ്റ്റ് ആൻഡ് ദ മോഡറേറ്റ് ഓഫ് ദ INC were united and the Lucknow Pact also saw a solidarity between the Muslim League and the also Congress Party. ഇപ്പോൾ എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ പാക്റ്റിൽ ഒന്നിക്കുകയും ആൻഡ് ദാറ്റ് ഇസ് ദ മുസ്ലിം ലീഗ് ആൻഡ് ആൾസോ ദ കോൺഗ്രസ് പാർട്ടി ദ ഹോം റൂൾ മൂവ്മെൻറ്റ് പ്രിപ്പയർഡ് ദ ഗ്രൗണ്ട് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. അങ്ങനെ നമ്മുടെ മുസ്ലിം ലീഗും കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ഒന്നിക്കുകയും അതിൻ്റെ ബേസിൽ ഹോം റൂൾ മൂവ്മെൻറ്റ് പ്രിപ്പയർ ടു ദ ഗ്രൗണ്ട് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഇപ്പം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഒരു അടിത്തറ ഉണ്ടാക്കാൻ ഹോം റൂൾ മൂവ്മെൻറ്റിന് കഴിയുകയും ചെയ്തു. എക്കണോമിക് ഹാർഡ്ഷിപ്പ് ഡ്യൂ ടു ദ വേൾഡ് വാർ ഫസ്റ്റ്. അതുപോലെ തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പലതരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അന്ന് ഇന്ത്യക്കാർ അനുഭവിച്ചിരുന്നു. ദ ഇന്ത്യസ് ഇൻഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ വാർ കോസ്റ്റ് എ ലോട്ട് ഓഫ് എക്കണോമിക് ഹാർഡ്ഷിപ്പ് ടു ദ പീപ്പിൾ. അപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ അവർ ഡയറക്റ്റായിട്ടല്ല ഇൻഡയറക്റ്റായിട്ടാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നതെങ്കിലും അത് ഇന്ത്യൻ ജനതയെ സാമ്പത്തികപരമായി പല രീതിയിലും ബാധിച്ചിരുന്നു. പ്രൈസസ് ഓഫ് ഗുഡ്സ് ബിഗാൻ ടു സോർ വിച്ച് അഫക്റ്റഡ് ദ കോമൺ മാൻ. ഇപ്പോൾ സാധനങ്ങളുടെ വില കൂടിയത് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി. പെസൻറ്റ് ആൾസോ സഫേർഡ് ബിക്കോസ് ദ പ്രൈസ് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഡിഡ് നോട്ട് ഇൻക്രീസ്. അപ്പോൾ അതുപോലെ തന്നെ കർഷകർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നത്തിന് മതിയായ വില കിട്ടാതെ വന്നു. ദിസ് ലെഡ് ടു ദ റെസൻമെൻറ്റ് അഗൻസ്റ്റ് ദ ഗവൺമെൻറ്. അപ്പോൾ ഇതെല്ലാം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് അമർഷം ക്രിയേറ്റ് ചെയ്യാൻ കാരണമായി. ദ റൗലത്ത് ആക്ട് ആൻഡ് ദ ജാലിയൻവാല ബാഗ് മസാക്കർ. അതുപോലെ തന്നെ റൗലത്ത് ആക്ട് അതുപോലെ ജാലിയൻവാല ബാഗ് മസാക്കർ ഇതും നമ്മുടെ ബ്രിട്ടീഷുകാരോട് ദേഷ്യം ഉണ്ടാകാൻ കാരണമായി. പിന്നെ അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ഖിലാഫത്ത് മൂവ്മെൻറ്റ്. ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ തുർക്കി ഹാഡ് ഫോർട്ട് അഗൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ തുർക്കി നമ്മുടെ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുകയും ആഫ്റ്റർ തുർക്കിസ് ഡിഫീറ്റ് ഇപ്പോൾ തുർക്കിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദ ഓട്ടോമൻ ഖലീഫ വാസ് പ്രപ്പോസ് ടു ഡിസോൾവ്. ഇപ്പോൾ അന്നത്തെ തുർക്കിയിൽ ഭരണാധികാരിയായ ഓട്ടോമൻ ഖലീഫയെ ഡിസോൾവ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയും the Khilafat movement was launched by Muslims in India to persuade the British government not to abolish the Khalifa. ഇപ്പോൾ ഖലീഫയെ ഡിസോൾവ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ്. ദ ലീഡേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് accepted the non-cooperation movement of Gandhiji and led a joint protest against the British. അങ്ങനെ മുസ്ലിങ്ങളും നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യുകയും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവരും ഈ മൂവ്മെൻറ്റിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്കം ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഫലം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെ ഔട്ട്കമാണ് അതിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ അത് പോസിറ്റീവ് ഔട്ട്കമും ഉണ്ട്, നെഗറ്റീവ് ഔട്ട്കം ഉണ്ട്. അത് ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ് ഔട്ട്കംസ്. സോ കോൺഗ്രസ് ബിക്കെയിം ദ പാർട്ടി ഓഫ് കോമൺ മാൻ. ഇപ്പോൾ നേരത്തെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ സിറ്റിസൺസ് നമ്മുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിൽ അംഗമായിരുന്നില്ല. അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് ശേഷം കോൺഗ്രസ് ബിക്കെയിം ദ പാർട്ടി ഓഫ് കോമൺ മാൻ. ഇപ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ പാർട്ടിയായിട്ട് മാറി. സെക്കൻഡ് വൺ ഈസ് ചർക്ക ആൻഡ് ഖാദി ബിക്കെയിം ദ സിംബൽ ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഇന്ത്യൻ ദേശീയതയുടെ അടയാളമായി ചർക്കയും ഖാദിയും മാറി. ഗാന്ധിജി വാസ് ഏബിൾ ടു സീ ദ റിയൽ പിക്ചർ ഓഫ് ഇന്ത്യ.
അപ്പോൾ ഗാന്ധിജിക്ക് കഴിഞ്ഞു നമ്മുടെ ഇന്ത്യയുടെ റിയൽ പിക്ചർ അല്ലെങ്കിൽ യഥാർത്ഥ ചിത്രം എന്താണെന്ന് തെളിയിക്കുവാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. പീപ്പിൾ കുഡ് റിയലൈസ് ദാറ്റ് ഇറ്റ് വാസ് ഓൺലി ത്രൂ ദെയർ ഓൺ എഫേർട്ട് ദാറ്റ് ഇന്ത്യ കുഡ് ഹോപ്പ് ബി ഫ്രീ. അപ്പം നമ്മുടെ ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമെങ്കിൽ അത് ഇന്ത്യൻ ജനതയുടെ എഫേർട്ടിലൂടെ കഴിയുമെന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നു. ഇറ്റ് റിവീൽഡ് ദാറ്റ് ദ കോൺഗ്രസ് വാസ് ഓൺലി ദ ഓർഗനൈസേഷൻ ആൻഡ് വിച്ച് കുഡ് പ്രോപ്പർലി ഡയറക്റ്റ് നാഷണൽ എഫേർട്ട് ടു ഗെയിൻ ഫ്രീഡം. അപ്പം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൂടെ മാത്രമേ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയൂ എന്ന് മനസ്സിലായി. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഔട്ട്കം ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഔട്ട്കമാണ്. അപ്പോൾ ഒരുപാട് പോസിറ്റീവ് ഔട്ട്കം ഉണ്ടെങ്കിലും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിന് നെഗറ്റീവ് ഔട്ട്കമും ഉണ്ട്. മെനി മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ നൺ ഓഫ് ദം ഗോട്ട് എ റെമഡി. അപ്പോൾ ഒരുപാട് മൂവ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ എന്നിരുന്നാലും ഇതൊന്നും ഒരു പരിഹാരമായി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു പരിഹാര മാർഗമായി മാറിയില്ല. The boycott of education institution was not accepted by many of the leaders. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിഡ്രോ ചെയ്യുന്നത്, കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മാറ്റുന്നത് ഒരുപാട് ലീഡേഴ്സ് അതിനെ റിജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അറ്റ് ലാസ്റ്റ് കോൺഗ്രസ് വാസ് ലെഫ്റ്റ് വിത്തൗട്ട് എനി പൊളിറ്റിക്കൽ പ്രോഗ്രാം. അതിൻ്റെ ബേസിൽ നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ചെയ്തു, പൊളിറ്റിക്കൽ പ്രോഗ്രാമുകളൊന്നും ഇല്ലാതെ ലെഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇതിനെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ നെഗറ്റീവ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.